ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ ഹണി തേനില്ലേ, തേൻ എടുത്തിട്ട് കഴിക്കുന്ന ഒരു പരിപാടിയില്ലേ, ആ സമയത്തായിരിക്കും അമ്മയോ അല്ലെങ്കിൽ അച്ഛമ്മയോ അങ്ങനെ ആരെങ്കിലും, നമ്മൾ കുറച്ചും കൂടി മൂത്ത ആളാട്ടോ, അല്ലെങ്കിൽ ചേച്ചിയോ ചേട്ടന്മാരൊക്കെ പറയുന്നേക്കാം മുടിയിലൊന്നും വാരി തേക്കല്ലേ നരച്ചു പോകുന്നുള്ള. ശരിക്കും ഹണി മുടിയിൽ തേച്ചാൽ നരച്ചു പോവാ? അപ്പം അങ്ങനെ ഒരു സംശയം നമുക്കുണ്ടെങ്കിൽ അതങ്ങ് ക്ലിയർ ചെയ്തേക്കാം. അപ്പം എന്താണ് മുടി നരയ്ക്കുമെന്ന് ഇവർ പറയാൻ വരുന്ന കാരണം, അതുപോലെ നരയ്ക്കുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർ നരയ്ക്കും, ഇനി നരയ്ക്കൂല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. അതിൻ്റെ മുന്നേ നമ്മുടെ ഈ ചാനലിലേക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഓഫ് ഫാമിലി. ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ പല രീതിയിൽ ഹെയറിലേക്ക് ഇതേപോലെ ഹണി അപ്ലൈ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ കഴിക്കുന്നുണ്ട്, അങ്ങനത്തെ പല കാര്യത്തിന് വേണ്ടിയിട്ടും ഈ ഒരു ഹണി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഹെയറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഹെയറിലേക്ക് കുറച്ച് കണ്ടീഷണറിന്റെ ഒരു എഫക്റ്റ് തരും, പിന്നെ അത് സ്മൂത്ത് ആവും. ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡ്രൈനെസ് തോന്നുമെങ്കിലും പക്ഷെ നല്ല സ്മൂത്ത് ആയിട്ടും, അതുപോലെ ഈ ഒരു സ്പ്ലിറ്റ് എൻഡ്, പിന്നെ എന്താ പറയുക പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ കുറച്ചും കൂടി തിക്കാക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ, അതേപോലെ സ്കാൽപ്പിന്റെ ഇഷ്യൂസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഹണി യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളിപ്പം ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹണിയാണെങ്കിൽ നമുക്കറിയാം അതിൽ പല പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ അത് അത്രയും നാച്ചുറൽ ആയിട്ടുള്ള സാധനമൊന്നും നമ്മൾ പറയുന്നില്ല. ശരിക്കും നമ്മൾ ഈ ഒരു ഹണി ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെയറിന്റെ കളർ മൊത്തത്തിൽ വൈറ്റ് കളറിലേക്ക് മാറല്ല ചെയ്യുന്നത്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളർ, ഒരു ഷെയ്ഡ്, അങ്ങനത്തെ ഒരു ഷെയ്ഡ് മങ്ങിച്ച വരുന്നുണ്ട്. അതായത് ലൈറ്റ് ആയിട്ടുള്ള ഒരു മങ്ങിച്ച, അതായത് ഒരു ഒറ്റ ലെയർ, അതും ഭയങ്കരമായിട്ട് വൈറ്റ് എന്നുള്ള, അതായത് ഒരു ലെവല്, അതായത് നല്ലൊരു കട്ടി ലെവൽ, അതിൻ്റെ ഒരു ഒറ്റ ലെയർ, ഒരു ലെവൽ മങ്ങിച്ച മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതാണ് ഈ ഒരു ഹണി ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഹണിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ഈ ഒരു ഹെയറിനെ ഈ ഒരു രീതിയിൽ കളർ ലൈറ്റ് ആയിട്ട് കുറയ്ക്കാൻ ചാൻസ് വരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതേപോലെ നമ്മളൊരു പാർലറിലോ സലൂണിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെയർ ഒന്ന് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടി പറയും. ഇപ്പൊ ഹെയർ കളറിന് വേണ്ടിയിട്ടൊക്കെ പോവുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യും, ഫസ്റ്റ് ബ്ലീച്ച് ചെയ്യും. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു അമോണിയം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളെ ഹെയറിൽ അപ്ലൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഹെയർ ഇതേപോലെ ബ്ലീച്ച് ചെയ്തിട്ട് ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് ആക്കി, അല്ലെങ്കിൽ ഒരു കളർ മങ്ങിച്ച കളറിൽ, അല്ലെങ്കിൽ ഒരു വൈറ്റ് ഒരു സിൽവർ വൈറ്റ് അങ്ങനത്തെ ഒരു ഷെയ്ഡിലേക്ക് നമ്മളെ ഹെയർ കളർ അങ്ങ് മാറ്റിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഹണിയിലുള്ള അതേ സാധനം തന്നെയല്ലേ ഇവിടെയും നടക്കുന്നത്, അപ്പൊ നമ്മളെ ഹെയറിന്റെ കളർ വൈറ്റ് ആക്കൂലേ എന്നുള്ളൊരു സംശയം വരാനുണ്ട്. പക്ഷെ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സലൂണിൽ പോകുമ്പോൾ അവർ ഉപയോഗിക്കുന്ന 6% to 12% വരെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ഹെയർ ഇതേപോലെ ഒരു വൈറ്റ് കളറിലേക്ക് ആക്കി എടുക്കുന്നത്, ഈ അമോണിയ മിക്സ് ചെയ്തിട്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഹണിയിലേക്ക് വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണിയിലേക്ക് 0.1% അത്രയും ഉണ്ടാവുന്നില്ല എന്നാ പറയുന്നത്. അത്രയും കുറവാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു വൈറ്റ് കളറിലേക്ക് മാറുക, അല്ലെങ്കിൽ മൊത്തത്തിൽ നരച്ചു പോവുക, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇതിൽ വരുന്നില്ല. അപ്പൊ നമ്മൾ ഹെയറിലേക്ക് ഹണി കണ്ടീഷണർ ആയിട്ടും അതുപോലെ പല കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതല്ല, ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഈ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ വെച്ചാൽ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്ന് വേറെ എന്നിട്ട് പകരം മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല. ഇനി റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ടെൻഷൻ വേണ്ട. റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഒരു പൊടി കളർ ചേഞ്ച് ആവുക എന്നല്ലാണ്. കളർ എന്ന് പറഞ്ഞാൽ ഒരു ലെയർ, അതായത് ഒരു മങ്ങിച്ച, ചെറുതായിട്ടൊരു മങ്ങിച്ച, അല്ല വൈറ്റ് കളറിലേക്ക് എന്നല്ല, അത് നമ്മളൊരു ബ്ലാക്ക് ഷെയ്ഡ് കളറാണെങ്കിൽ നമ്മൾ ഹെയറിൻ്റെ എങ്കിൽ അതൊന്ന് ഒരു ഡള്ളാവും, ചെറുതായിട്ടൊന്ന് ഡള്ളാവും. അത്ര മാത്രം പ്രശ്നമേ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നും നമ്മളെ ഹെയറിൻ്റെ റൂട്ടിലേക്കുള്ളതല്ല സംഭവിക്കുന്നത്, പുറത്തേക്കുള്ള നമ്മളെല്ലാം ഹെയറിൻ്റെ മുകളിൽ ചെറിയൊരു കളർ ഡൾനെസ് വരിക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പുതിയ ഹെയർ വരുമ്പം അതിനൊരു പ്രശ്നവും വരുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ട്, കണ്ടീഷണറൊക്കെ ആയിട്ട് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആളുണ്ട്, ഷാമ്പൂയിൽ അത് ഉപയോഗിക്കുന്നത്, നമ്മൾ എന്തൊരു പ്രൊഡക്റ്റിലും ഹണീൻ്റെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കാര്യം ഹണീന്റെ കാര്യത്തിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഹണി ഉപയോഗിച്ചിട്ട് അപ്പം നര വരുന്നുള്ളത് പറയുന്ന ആളുകളോടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനെന്നെ മുന്നേ പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്, ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്റെ മുടി ഇതേപോലെ നരച്ചു പോകേണ്ടതാണ് കേട്ടോ. എന്റെ അമ്മയൊക്കെ ഇതേപോലെ ഹണി എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ മുടി നരച്ചു, ഞാനത് പറഞ്ഞ് ഞാൻ റേഷൻ പറഞ്ഞത് അമ്മ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നല്ല. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പഴയ പറഞ്ഞ് വരുന്നൊരു ശീലം ഒരു കാര്യം തന്നെയാണ്, അത് നമുക്ക് പെട്ടെന്ന് അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അറിയാത്ത ആളുകൾക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു ഡൗട്ട് വെച്ചിട്ട് ഭയങ്കര ഡൗട്ട് ചെയ്യുമോ, നരച്ചു പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക.
പക്ഷെ ഒരിക്കലും നരക്കില്ല എന്ന് തന്നെയാണ്. ഇതേപോലെ ഒന്ന് കളർ ചേഞ്ച് ആവാന്ന്, അതും റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആൾ, ഒരാളും റെഗുലറായിട്ട് ഹണി ഉപയോഗിക്കുന്ന ആളുകളായിരിക്കില്ല കൂടുതൽ. ഇതേപോലെ പാക്ക് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ 1-2 സ്പൂൺ അത്ര മാത്രമേ ഉണ്ടാവുന്നുള്ളൂ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മിക്സ് ആക്കിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇതിലൂടെ അങ്ങോട്ട് കംപ്ലീറ്റ് ആവട്ടെ. അപ്പൊ നിങ്ങൾ ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹണി ഉപയോഗിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേപോലെ തന്നെ ഹെയറിന് നല്ല കണ്ടീഷണറായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ സ്കാൽപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഹണി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വരും. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഈ ഒരു പ്രശ്നം വെച്ചിട്ട് ഉപയോഗിച്ചാൽ അങ്ങനത്തെ ടെൻഷൻ വെച്ച് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇതോടെ നിങ്ങൾ ആ ഒരു പ്രശ്നം ക്ലിയർ ആവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.